ഹലോ, എൻ്റെ താത്ത വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ അടുത്തൊരു ഊതിൻ്റെ ഒരു പഴയൊരു ബോട്ടിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒന്ന് ചെയ്ത് കൊണ്ടാന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും മാക്രി ഐറ്റംസ് കിട്ടാൻ വിടൂലല്ലോ. അപ്പോൾ തന്നെ പറഞ്ഞു തന്നോ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ടോപ്പിൻ്റെ ഭാഗത്തുള്ള ആ സംഭവങ്ങളുടെ ഒക്കെ ഒന്ന് ക്ലേ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൊത്തത്തിലൊന്ന് സ്മൂത്താക്കി എടുക്കുന്നുണ്ട് കേട്ടോ, ബ്രഷൊക്കെ വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട്. ക്ലേ കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം നല്ലപോലെ കുഴച്ചെടുക്കേണ്ടത്. ഈ ക്ലേ ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അധികം ക്ലേ വെച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. കാരണം ഇത് അത്ര, ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞത് അത്ര നല്ലൊരു ക്ലേ അല്ലാന്ന്. അപ്പോൾ അത് മാക്സിമം അത് പെട്ടെന്ന് തന്നെ തീർക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കാണുന്ന പോലെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ആ ഫ്ലവർ ഒന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് ഒരു ദിവസം ഫുള്ള് ഞാനിത് വെച്ചിട്ടില്ല. പക്ഷെ ആ ഒരു കുറച്ചല്ല, അത്യാവശ്യം നല്ല രീതിക്ക് ഇത് ഉണങ്ങാനുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ പിറ്റേ ദിവസം ഇതെടുത്തിട്ട് ബാക്കി ചെയ്യാണ് കേട്ടോ ചെയ്തത്. പക്ഷെ ഇന്നലെ തന്നെ ഞാൻ ഇതിനുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഈ ഒരു ടൈപ്പ് ഗ്രീൻ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഈ ഒരു ഗ്രീനും വൈറ്റും മാത്രമാണ് ഞാനിതിൽ കളർ കോമ്പിനേഷൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം ആ ഗ്രീന് വെച്ച് ഫ്ലവേഴ്സ് അവിടെയും ഇവിടെയും വരച്ചു, പിന്നെ വൈറ്റ് എടുത്തിട്ട് ഫ്ലവേഴ്സ് വരച്ചു. എന്നിട്ട് എൻ്റെ നടുഭാഗത്തിടണ ആ കുത്തില്ലേ, അത് രണ്ട് കളേഴ്സും വൈറ്റിൽ ആ ഒരു ഗ്രീനും ഗ്രീനിൽ ആ വൈറ്റും ആ ഒരു നടുഭാഗത്തുള്ള കുത്താണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീക്ക് ഒരു പെയിൻറ്റിങ് സീരീസ് പോലെ കൊണ്ടുപോകാം. ഇതിപ്പോൾ ഫസ്റ്റ് സീരീസ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ, ഫസ്റ്റ് പാർട്ട് ഓഫ് പെയിൻറ്റിങ് സീരീസ്. അപ്പോൾ ഞാൻ ഇത് സിമ്പിളായിട്ടുള്ളതായിട്ട് കാണിക്കണത്. ഇതിപ്പോൾ ഒരു സാധാ നോർമൽ ഒരു ബോട്ടിലിന് നമുക്ക് എങ്ങനെയൊക്കെ ക്യൂട്ടാക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഭംഗിയാക്കാൻ പറ്റുമോ, അതാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിതിൽ മൊത്തം യൂസ് ചെയ്തിട്ടുള്ളത് അക്രൈലിക് പെയിൻ്റാണ്. ഒന്ന് വൈറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് ആ ഫ്ലവറിന്. പിന്നെ അതിൻ്റെ ആ ബോഡിക്ക് ഞാൻ ആ ഗ്രീന് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കും. ഈ രണ്ട് കളർ കോമ്പിനേഷൻ മാത്രമാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഭാഗം, ആ ഒരു അറ്റ ഭാഗത്ത് സാറ്റിൻ റിബൺ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സാറ്റിൻ റിബൺ വീതി ഇല്ലാത്തതുകൊണ്ട് 2 ലെയറാക്കി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സാറ്റിൻ റിബൺ ജോയിൻ ചെയ്ത് കൊടുത്ത് ഒരു ബോയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഒരു സബ്സ്ക്രൈബർ പറയുന്നുണ്ട് Q&A ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ Q&A ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടണോ ഇടണ്ടേന്ന് എനിക്ക് ഡൗട്ടാണ്. കമൻറ്റ്സ് വരുമോ, കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങൾ കാണുമോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ, ഏത് വീഡിയോൻ്റെ താഴെയായാലും ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചോളൂ. നമുക്ക് എന്തെങ്കിലും കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആവണ സമയത്ത് ഒന്ന് നമുക്ക് ചെയ്യാം കേട്ടോ Q&A. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ സംഭവം. ഈ ബോട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.